ഹലോ, വെൽക്കം ടു ആജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു തോരൻ ഉണ്ടാക്കാൻ പോകണം. അത് ചീര മീനും കൊണ്ടുള്ള തോരനെ. അതിന് വേണ്ടിയിട്ട് ഒരു കെട്ട് ചീര, ഒരു അര കിലോ കാണും, ഓക്കെ. ഒരു കെട്ട് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി, ഏത് മീനായാലും കുഴപ്പമില്ല, പക്ഷേ മുള്ള് അധികം കാണരുതെന്നേ ഉള്ളൂ. അപ്പം വലിയ ചാളയൊക്കെ ഉണ്ടെങ്കിൽ മുള്ളില്ലാതെ നമുക്ക് എടുക്കാം. പിന്നെ നെത്തോലി ഉണ്ടെങ്കിൽ ഈ കഴുകി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുള്ളെടുക്കുന്ന ഞാൻ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. മുള്ള് മാറ്റി, അങ്ങനെ അത് നല്ലതാണ്. വലിയ നെത്തോലി അത് ഉണ്ടെങ്കിലും ഇടാം. അത് പുഴുങ്ങേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് ആണ് ഇതിനകത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് പുഴുങ്ങി മുള്ളെടുക്കണം. ചൂരയാണെങ്കിൽ ചെയ്യാം, ഏത് മീനിലും ചെയ്യാം. മുള്ള് അധികം ഇല്ലാത്ത മുള്ള് മാറ്റിയാൽ മതി. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി, കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് പുഴുങ്ങി മുള്ള് മാറ്റി വെച്ച മീനാണിത്. ഒരു 3/4 കപ്പോളം ഉണ്ട്. പിന്നെ ഇതെടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു മുറി തേങ്ങ അതിങ്ങോട്ടിട്ട് കൊടുക്കേ. ഇതിനകത്ത് 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതിന് വേണ്ടുന്ന ഉപ്പേ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിടട്ടെ. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതേ, അതും കൂടി ഇട്ട് കൊടുക്കുക. പൊടിച്ചതല്ല, ചതച്ചതേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ബാക്കി ഉള്ളി വഴറ്റുന്ന നേരം മതിയേ. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റൗ എത്തിക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മതിയേ. നമ്മൾ എണ്ണ ചൂടായി, അതിനകത്തോട്ട് ഈ ചെറിയ സ്പൂണിന് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, കടുക് നല്ലതുപോലെ പൊട്ടട്ടെ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇതിനകത്ത് 1 മുളക് വട്ടത്തിലരിഞ്ഞ് വെച്ച് കൊടുത്തേ. പച്ചമുളക് തീർന്ന് കുറയ്ക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, ഇനി ഇതിനകത്തോട്ട് ഒരു 10-20 ചെറുള്ളിയില്ലേ, അത് അരിഞ്ഞത്, ഇനി ഇതിൽ ഒരു 2 തണ്ട്
വേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതൊന്നും ഒത്തിരി വെന്തൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്തോട്ട് ഒരു ശകലം ഉപ്പേ, നമ്മൾ ചീരയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, മീൻ ശകലം ഉപ്പിട്ട് വേവിച്ചിട്ടില്ലേ, ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറയ്ക്കുക. ഇനി ഇതിനകത്ത് ഈ ചീരയില്ലേ അരപ്പൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കുക. ഇതിനകത്ത് വെള്ളം ഒഴിക്കല്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കേ. ഇതൊന്ന് കുറച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചീര നോക്കേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞേ. തീ തീരെ കുറച്ചായിരുന്നു ഇട്ടേക്കുന്നേ. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കേ. ചീര വെന്തോന്ന് നോക്കണ്ടേ. ഒരു ശകലം വേവിടണ്ടേ. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്നു മീനില്ലേ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഭയങ്കരമായിട്ടങ്ങ് പൊടിക്കല്ലേ, പൊടിയാണ് ഇതിപ്പോൾ. ഇതിൽ തന്നെ നടന്നങ്ങ് പൊടിഞ്ഞോളൂ. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഈ തീ തന്നെ ഇങ്ങനെ കിടന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മളെ ചീര നോക്കേ. നല്ല മണമുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഒരു മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളേ. ചെറിയൊരു ഇത് മതിയല്ലോ. ഞാൻ തീ കുറച്ചിട്ടേക്ക് വരുന്ന തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കേ. ഇത്തിരി ഇട്ടൊന്ന് കുത്തി ഇളക്കട്ടെ. കാര്യം ഈ മീനെല്ലാം ഭയങ്കരമായിട്ടൊന്ന് പൊടിഞ്ഞു പോകും. ഇനി അടയ്ക്കരുതേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതിട്ട് വരവി നല്ല മോരും ടേസ്റ്റ് ഇതൊക്കെ കഴിക്കാം അല്ലേ, തനിനാടൻ ആഹാരങ്ങൾ. എല്ലാം മിക്സ് ചെയ്തേ. ഇങ്ങനെ ഈ തീയിൽ
കുറച്ച് സമയം, ഒരു 10-40 സെക്കൻഡ് അങ്ങനെ കിടക്കും. ഞാൻ ചീരയുടെ തീ ഓഫാക്കേ. ഒന്ന് തുറന്നിട്ടെന്നൊരു 10-30 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. അത് നമ്മൾ അടച്ചിട്ടല്ലേ റെഡിയാക്കിയത്. അപ്പോൾ തുറന്നിട്ടൊന്ന് ആ ആവിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനും. എന്താ നല്ല സൂപ്പർ ചീരത്തോരൻ, ഫിഷ് മീൻ ചീരത്തോരൻ. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിനകത്ത് ഇനി വേറെ ഒന്നും വേണം, നല്ല പച്ച ചോറിനകത്ത് ഇതൊട്ട് വരവി കഴിക്കാം. കാര്യം മീനുണ്ട്, ചീരയുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ എങ്ങോട്ടും മാറ്റുന്നില്ല, താഴോട്ടിറക്കി വെക്കാം. ഇത് താഴോട്ടൊന്ന് ഇറങ്ങി വെക്കാം. ഓക്കെ, നല്ല സൂപ്പർ മീൻ, നല്ല മീൻ്റെ ആ ടേസ്റ്റൊക്കെ. ചാളയൊക്കെ നന്നായിരിക്കും ഇതിനകത്ത് ഇടാനായിട്ട്. ഞാൻ ഇപ്പോൾ ചാളയിലിട്ടേക്കുന്നത്. ചാള നല്ല രസമായിരിക്കും. ചാള, ചൂര, ഇതിൽ കൂടുതൽ മീനിടാം. ഞാനിപ്പോൾ കുറച്ച് മീൻ ഇട്ടിട്ടുള്ളൂ, കൂടുതൽ മീനിടാം. അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നല്ല ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റായത്. അപ്പോൾ പിന്നെ എരിയൊക്കെ അവരോരുടെ ഇഷ്ടം. ഇതിപ്പോൾ പച്ചമുളക് എനിക്ക് ഒരെണ്ണം നല്ല എരിയുള്ള പച്ചമുളക്, അപ്പോൾ അതിട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ പിരിയമുളകിന് അധികം എരിയില്ല. ഇവിടെ വലിയ എരി അങ്ങനെ വേണ്ട, കണ്ടില്ലേ? ഓക്കെ, ആ ഫിഷിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിനകത്ത്. അയ്യോ, നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ല. പക്ഷേ തീ കുറച്ചിടണേ, തീ കുറച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ. ലാസ്റ്റ് എടുക്കുമ്പോൾ മാത്രം ആവിയൊക്കെ ഒന്ന്, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഇല്ലായിരുന്നു, കാര്യം നമ്മൾ വെള്ളം ഒഴിക്കില്ലല്ലോ, പിന്നെ ആവി വെള്ളം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.